ഇന്നിപ്പോൾ 2-3 പരിപാടിയുണ്ട്. ആദ്യത്തേത് ഒരു താലപ്പൊലിയാണ്. അപ്പം ഞാനൊന്ന് റെഡിയായി താലമൊക്കെ ഒരുക്കാൻ വേണ്ടി പൂക്കളെല്ലാം വെച്ച് റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ പോകാനിറങ്ങി. അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇറക്കി പൂജയായിരുന്നു കേട്ടോ. അങ്ങനെ താലമൊക്കെ വെച്ച് എല്ലാം നിർത്തി കഴിഞ്ഞിട്ട് കഞ്ഞി ഉണ്ടായിരുന്നു. കഞ്ഞി അസ്ത്രം അവലും കടുമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നപ്പോൾ കണ്ണനാനെ കിട്ടിയേക്കുന്നതെന്ന് കാണാൻ പോയി. ചെന്ന് നോക്കിയപ്പോൾ ഇതാ അവസ്ഥ. ഉച്ചയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി. ഞങ്ങൾ ഇങ്ങ് തിരിച്ചും പോന്നു. ഞങ്ങൾ പോയപ്പോൾ കണ്ണമ്മോനെ കൊണ്ടുപോകത്തേന് ഞങ്ങൾ വന്നപ്പോൾ അവൻ പിണങ്ങി പോകുന്ന കാഴ്ച ഇത്. അങ്ങനെ രാത്രി 9 മണിയായപ്പോൾ ഞങ്ങൾ റെഡിയായി കണ്ണമംഗലം വരെ ഇന്ന് പോയി. വേറൊന്നുമല്ല, കുറെ ദിവസമായിട്ട് എല്ലാവരും പറഞ്ഞ് ഹൈപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കൈകുട്ടി കളി കാണാനാണ്. ഇതാണ് കേട്ടോ അവരുടെ ടീം. ഇവരുടെ ടീമിന്റെ പേര് കിടില എന്നാ. ഇവർ ഇവിടുന്നെങ്ങും അല്ല, അങ്ങ് വടക്കുന്നാഥന്റെ മണ്ണിന്നാ, തൃശ്ശൂർന്ന്. എല്ലാരും പറഞ്ഞു കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയതാ. പക്ഷെ സത്യം പറയട്ടെ, എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. അവരുടെ പേര് പോലെ തന്നെ കിടിലം കൈകുട്ടി കളിയായിരുന്നു. 2 കുഞ്ഞുങ്ങളും ഒരാൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ. അവരുടെ കളി കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് നോട്ടൊക്കെ കുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയനയും പോയി ആ കുഞ്ഞിനൊരു നോട്ട് കുത്തി കൊടുത്തു. അത് കുഞ്ഞായതുകൊണ്ട് കൊടുക്കുന്നതല്ല, അതിനേക്കാൾ എത്രയോ വലിയ പിള്ളേരുടെ കൂടെ ഒരിത്തിരി പോലും പിന്നോട്ട് പോകാതെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചിലപ്പോൾ അവരെക്കാട്ടി ബെറ്റർ ആയിട്ട് തന്നെ അവർ കളിച്ചു. ഈ കുട്ടികൾ കളിക്കുന്ന പോലെ തന്നെ അപ്പുറത്ത് നിന്ന് വേറൊരു കുഞ്ഞൂടെ കളിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് അതിന്റെ അച്ഛൻ. ആളൊരു യൂട്യൂബർ. അതിനെ പോയി പരിചയപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴാ ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് ഇറങ്ങിയത്. കുറച്ചു നേരം ഡാൻസ് ഒക്കെ നിർത്തി വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ വീഡിയോയിലേക്കാൾ നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ. ശരിക്കും ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ട് കാണുക. അങ്ങനെ 12 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഇനി ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്.